ചോദ്യം 1. യൂദ ഒഴിച്ചിട്ട ശിഷ്യത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ചോദ്യം 2. ഒരു പ്രവചന ഗ്രന്ഥത്തിന്റെ പേരും അതിലെ പ്രവചനവും 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഏതാണ് ആ പ്രവചന ഗ്രന്ഥം? ചോദ്യം 3. ഹൃദയത്തിൽ കുത്തുകൊള്ളുവാൻ തക്ക വിധം ദൈവവചനം സംസാരിച്ചത് ആരാണ്? ചോദ്യം 4. ശലോമോന്റെ മണ്ഡപത്തിൽ പ്രസംഗം നടത്തിയ ശ്ലീഹ തന്റെ പ്രസംഗത്തിൽ യേശുക്രിസ്തുവിനെ ഉപമിച്ചത് താഴെ പറയുന്നവയിൽ എന്തായിട്ടാണ്? പ്രവാചകൻ, ദാസൻ, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ. ചോദ്യം 5. സുന്ദരം എന്ന ഗോപുര കവാടത്തിൽ വെച്ച് സൗഖ്യം ലഭിച്ച ജന്മനാ മുടന്തനായ മനുഷ്യന് 40-ലധികം വയസ്സില്ലായിരുന്നു. ശരിയോ തെറ്റോ? ചോദ്യം 6. വിശ്വാസികളുടെ ഒരു മനസ്സോടെയുള്ള പ്രാർത്ഥനയാൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? ചോദ്യം 7. ബർണ്ണബാസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചോദ്യം 8. മഹാപുരോഹിതനും ന്യായാധിപ സംഘവും സദൂക്യരും മൂപ്പന്മാരും അവനെ അനുസരിച്ചു. ആരെ? ചോദ്യം 9. അച്ചടക്കത്തെയോ ഭരണത്തെയോ കുറിച്ചുള്ള ചോദ്യങ്ങൾ പരിഹരിക്കുവാനും ചർച്ച ചെയ്യുവാനും സഭാ ഭരണത്തലവന്മാർ യോഗം ചേരുന്നതാണ് സുന്നകദോസ്. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി കൂട്ടിയ ആദ്യ സുന്നകദോസിലെ അല്ലെങ്കിൽ മീറ്റിംഗിലെ പ്രധാന തീരുമാനം എന്തായിരുന്നു? ചോദ്യം 10. സ്തേഫാനോസിന്റെ മരണസമയം അവിടെ ഉണ്ടായിരുന്ന പിൽക്കാലത്തെ ശിഷ്യഗണത്തിൽ എണ്ണപ്പെട്ട യഹൂദൻ ആരാണ്?